ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നമ്മളെ അലിൻ്റെ വണ്ടിൻ്റെ ഫുൾ റിവ്യൂ കൂടിയാണെന്ന്. സ്വിച്ച് സെറ്റ് ചെയ്തിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഇതിന്റെ ഒറിജിനൽ എക്സോസ്റ്റ് കംപ്ലീറ്റ് ഐസ് എടുത്തിട്ട് സെപ്പറേറ്റ് ബെൻഡ് അടിച്ച് ചെയ്താണ് അല്ലേ. എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. അത് DB കില്ലർ അയച്ചിട്ടുള്ള സൗണ്ടാണ് കൊടുത്ത നല്ല ബാസ് സൗണ്ടാണ് കഴിച്ചത്. നല്ല പൊട്ടൽ പൊട്ടും. വണ്ടിന്റെ ഓണർ. അപ്പോൾ ടോട്ടൽ ഏകദേശം എത്ര കോസ്റ്റ് ഉണ്ടാവും വണ്ടിയിൽ? ടോട്ടൽ പറയുമ്പോൾ വണ്ടിയുടെ വർക്കൊക്കെ ഒറ്റക്ക് തന്നെയാണ് എടുത്തത്. വർക്ക് സ്വന്തം തന്നെയാണ് എടുത്തത്. ക്യാഷ് കൊടുക്കുന്നത് ഏകദേശം ഒരു 40-45 റുപ്യന്റെ സ്പെയർ വണ്ടിന്റെ മുകളിലുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നമ്മളെ അലിൻ്റെ വണ്ടിന്റെ ഫുൾ റിവ്യൂ കൂടിയാണെന്ന്. അലിൻ്റെ അസലുണ്ട്. നമ്മളെ മീറ്റപ്പിന്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ വണ്ടിന്റെ ഫുൾ റിവ്യൂ വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ടേജിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൾസർ 150ൻ്റെ ഓൾഡ് ടൈപ്പിലുള്ള ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഹെഡ് ഇവിടെ സെപ്പറേറ്റ് സ്റ്റേയും കാര്യങ്ങളും കൊടുത്തിട്ട് നേരെ ആക്കിയിട്ടുണ്ട്. അതായത് ഹാൻഡിൽ തിരിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ സെപ്പറേറ്റും ഹെഡ് സെപ്പറേറ്റുമാണ്. റാലി ടവർ. പിന്നെ അതുപോലെ തന്നെ മറുകാട്, നമ്മൾ ഓഫ് റോഡ് ടൈപ്പ് മറുകാട് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ മറുകാടാ, CRFൻ്റെ മറുകാട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാർ ഹാൻഡിൽ, അതുപോലെ തന്നെ നമ്മളെ ഫ്ലൂഡ് ഓയിലിൻ്റെ സെപ്പറേറ്റ് ലെങ്ത്ത് കൂടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. അതേപോലെ ത്രോട്ടിൽ, പിന്നെ സെഡിൻ്റെ ഗ്ലാസ്സാണ്. അടിയിൽ സെപ്പറേറ്റ് ലൈറ്റും കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൈലൻസർ സെപ്പറേറ്റ് ചെയ്താണല്ലേ, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ചേട്ടാ ഒരു എക്സ്പൾസ് റാലി എഡിഷനിലുള്ള ഒരു റേഞ്ചിലാക്കി വെച്ചിട്ടുണ്ട്. ഹൈറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ക്രോപ്പോയിക്കിൻ്റെ എക്സോസ്റ്റാണിത്. അതുപോലെ തന്നെ റാലി എഡിഷൻ്റെ തന്നെ ബാക്കിലെ ടെയിൽ ചെയ്തിട്ടുണ്ട്. ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്ററാണിത് 200ൻ്റെ. സ്റ്റാൻഡ് 2.5 സ്റ്റാൻഡാണിത് ഗൈസ്. എടാ ഉണ്ട് ബാക്ക്. പോലെ തന്നെ ഫിനിക്സിൻ്റെ ഷോക്ക് കയറ്റിയിട്ട് അത് തന്നെ മേളിലും ഹൈറ്റ് ചെയ്തിട്ടുണ്ട്, താഴെ ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് സെപ്പറേറ്റ് അയച്ചിട്ട് ഇത് ഫോഗ് ലൈറ്റ് 2 സെപ്പറേറ്റ് അഡീഷണൽ ചെയ്തതാണ്. ക്രാഷ് കാർഡ് അതേപോലെ തന്നെ. അങ്ങനെയാണ് മീറ്ററിന്റെ സൈഡ്. സ്വിച്ച് സെറ്റ് ചെയ്തിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കേസൊക്കെ എങ്ങനെ? ഇതിൽ 4 സ്വിച്ചാണ് വരുന്നത് ഗൈസ്. കണ്ടോ, ലൈറ്റിൻ്റെതാണ്. വീൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മിനി ഡ്രൈവ് ഉണ്ട് താഴത്ത്. അപ്പൊ ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയുടെ. അത്യാവശ്യം ഒരു എക്സ്പൾസിന്റെ ഹൈറ്റ് നിലവിൽ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഇട്ടാ നോട്ടെ, ലൈറ്റ് ഇട്. മിനി ഡ്രൈവ്, ഫോഗ് ലാമ്പ് ഇട്ടാ, ഫോഗ് കണക്ഷൻ കൊടുത്തില്ല ഗൈസ്. കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ഇടാം. അതുപോലെ തന്നെ ഫ്രണ്ട് ഇഞ്ച് ഹൈറ്റ് 3 ഇഞ്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഒരു റാലി എഡിഷൻ്റെ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. കണ്ടോ, സാധനം സീനാണ്, രക്ഷയില്ല. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റൈഡ് ഞാൻ താഴത്ത് കൊടുക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഇൻസ്റ്റയിൽ കയറി ചോദിച്ചാൽ മതി. ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് നമ്മളെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് നമ്മളെ പാലക്കാട് ട്രിപ്പിൽ കിട്ടിയ ആക്സിഡൻറ്റിൻ്റെതാണ്. ഇതൊരു ഓർമ്മക്കായിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഗൈസ്. അഞ്ഞ് സെറ്റ് ചെയ്യണം, മറക്കാൻ പാടില്ല. അതെ, എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. അത് DB കില്ലർ അയച്ചിട്ടുള്ള സൗണ്ടാണ് കൊടുത്ത നല്ല ബാസ് സൗണ്ടാണ് ഗൈസ്. നല്ല പൊട്ടൽ പൊട്ടും. വണ്ടി ഇങ്ങനെയാണ് നമ്മൾ ഓൾമോസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിന്റെ ഓണർ. അപ്പോൾ ടോട്ടൽ ഏകദേശം എത്ര കോസ്റ്റ് ഉണ്ടാവും വണ്ടിയിൽ? ടോട്ടൽ പറയുമ്പോൾ വണ്ടിയുടെ വർക്കൊക്കെ ഒറ്റക്ക് തന്നെയാണ് എടുത്തത്. വർക്ക് സ്വന്തം തന്നെയാണ് എടുത്തത്. ക്യാഷ് കൊടുക്കുന്നത് ഏകദേശം ഒരു 40-45 റുപ്യന്റെ സ്പെയർ വണ്ടിന്റെ മുകളിലുണ്ട്. ടോട്ടൽ ഉണ്ടാവും അല്ലേ? ടോട്ടലുണ്ട്, സാധനങ്ങൾ മാത്രം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. നമ്മളിതിൽ മെയിൻ ആയിട്ട് ലുക്ക് പർപ്പസിന് കാര്യമായിട്ട് പണിയെടുത്തിട്ടില്ല. ട്രാക്ക് പർപ്പസിനാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വണ്ടിന്റെ പർപ്പസ് അനുസരിച്ചാണ് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അതിനാണ് ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി റാലിയിലേക്ക് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. അതിലിപ്പോൾ ഹൈറ്റ് കൂടിയിട്ടുണ്ട്, വീൽ സൈസ് രണ്ടും കൂടിയിട്ടുണ്ട്. 17-18ലേക്ക് നമ്മൾ ഓഫ് റോഡ് ടയറാണ് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത്. പൾസറിന്റെ വീലാണ് വരുന്നത്. വണ്ടിയുടെ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുള്ള ഓൻ തന്നെയാണ്. സ്പെയറിന്റെ പൈസ മാത്രമേ അതിൽ കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുള്ള ഫണ്ട് കുറയും.
എത്രയായി ടോട്ടല്? രണ്ട് RX സെറ്റിന്റെ ഗ്ലാസ്സിലെ ചെറിയ പൈസ വരുന്നുള്ളൂ. അത് ഏകദേശം നമുക്ക് 300 400 പേര് കിട്ടും. ത്രോട്ടിലോ? ഗ്ലാസ് എന്നാ പറയാ. ത്രോട്ടില് ഞാൻ ഏകദേശം വണ്ടി തുടങ്ങിയ സമയത്ത് വെച്ചാണ് ഏകദേശം ഒരു 4 കൊല്ലായി. ആ ടൈമിന് 900 ആ റേഞ്ച് ആവുന്നു. ഡിസ്ക് സെറ്റോ? ഡിസ്ക് സെറ്റ് 10 റുപ്യ ഉണ്ട്. ടോട്ടൽ അറൗണ്ട് വർക്ക് അടക്കം വന്നിട്ടുണ്ടല്ലേ? പക്ഷെ നമുക്ക് ഡിസ്ക് സെറ്റ് ഈ ഫോർക്കും ഹബും എനിക്ക് നിസാര വിലക്കാണ് കിട്ടി. ബാക്കി ചെയ്യിച്ചതാണല്ലേ? സാധനങ്ങൾ ബ്രേക്കിന്റെ അസംബ്ലി ആയതുകൊണ്ടും നമ്മളെ ഡ്രൈവ് ആയതുകൊണ്ടും ഫുള്ളും ഒറിജിനൽ സ്പെയറും സാധനം വെച്ചിട്ട് ചെയ്താണ്. അതിലൊരു കോംപ്രമൈസ് കണ്ടാച്ചു. അങ്ങനെ ഏകദേശം 8-9 റേഞ്ച് വന്നിട്ടുണ്ടല്ലേ? ഡയമണ്ട് കട്ടാണ് ടോട്ടലി ഇതിന്റെ ഒറിജിനൽ എക്സോസ്റ്റ് കംപ്ലീറ്റ് ഐസ് എടുത്തിട്ട് സെപ്പറേറ്റ് ബെൻഡ് അടിച്ച് ചെയ്താണല്ലേ? ബെൻഡ് വെച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് മോണോഷോക്ക് അല്ല അതിന്റെ ഉള്ളിൽ കൂടി റൂട്ട് ചെയ്യാൻ പറ്റില്ല. പുറത്തുകൂടെ എടുത്താണല്ലേ? എക്സോസ്റ്റ് നമ്മൾ അക്രോപോയിക്കിന്റെ DB-യിൽ അയച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ട് മേലൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ അലിൻ്റെ ഇൻസ്റ്റാഗ്രാം താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ഇപ്പോൾ അല്ലേ നമ്മളെ വണ്ടിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് ചെയ്തുകൊണ്ടായിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? പ്രശ്നങ്ങളോ വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം നമ്മുടെ നിയമമാണ്. എന്ത് ചെയ്യാൻ പറ്റില്ല, റോഡ് ലീഗൽ അല്ല വണ്ടി. അതുകൊണ്ട് തന്നെ പേടിച്ച് കൊണ്ടുനടക്കേണ്ടി വരും. അതൊന്ന്. പിന്നെ നെഗറ്റീവ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് നെഗറ്റീവ് പറയുമ്പോൾ ഇതിപ്പോൾ സ്റ്റോക്ക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം ഇങ്ങനെ കാര്യമായിട്ട് പണികൾ വരില്ല. നേരെ മറിച്ച് അതൊന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണി കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ റാലി എഡിഷൻ ഫുള്ളി ഹൈറ്റ് കൂടിയതിനുണ്ട്. ബ്രേക്കിങ്ങിൽ ചെറിയ വിഷയം ഉണ്ടാവും. നമ്മളിപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഡൈവ് കൂടുതലിരിക്കും. ബാക്ക് ബ്രേക്ക് എന്താവും ഫ്രീ ആയിട്ട് ടയർ ലോക്കായി പോകുന്ന വിഷയമുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഹൈവേ കൃഷിയൊന്നുമല്ല. ആകെ പോസിറ്റീവ് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട മാതിരി ഏത് കാട്ടിലേക്കും കയറ്റി കൊണ്ടുപോകാം. വഴിയൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും. ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് വേറെ പ്രശ്നം വരണമെന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് ഹൈറ്റ് കൂട്ടിയതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് കാര്യമായിട്ട് പ്രശ്നമാണ്. മെയിനായിട്ട് ഈ ഡൈവിങ്ങിന്റെ വിഷയമുണ്ട്. ബ്രേക്ക് ഒന്ന് എയിം ആവാൻ. പോക്കറ്റും കാര്യങ്ങളൊക്കെയോ? ഏത് സെയിം പോക്കറ്റ്? അത് ചെറിയ വിഷയമുണ്ട്. അത് പോക്കറ്റ് ബെയറിംഗ് വേഗം പോകും. അപ്പോൾ ഇതിൽ നിങ്ങൾ എല്ലാവരും ഫീനിക്സിന്റെ സസ്പെൻഷൻ ഇട്ടിട്ട് ഹൈറ്റ് കൂട്ടുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിന്റെ സൈഡ് എന്ത് ചെയ്യണോ അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റാൻഡിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മറ്റേതിൽ ഇടുമ്പോൾ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കയറിയിരിക്കുമ്പോൾ കംപ്രസ് ആകുമ്പോൾ വീണ്ടും ടൈറ്റ് ആവും. അങ്ങനെ പോക്കറ്റ് ബെയറിംഗ് അടിക്കടി വേഗം പോകും. ഇതിപ്പോൾ 4 വട്ടത്തോളം പോക്കറ്റ് ബെയറിംഗ് മാത്രം മാറ്റി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മള് വണ്ടിന്റെ വേറെ പാർട്സ് കയറ്റുമ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. വേറെ എല്ലാം കൊണ്ടും ഓക്കെ ആണല്ലേ? പിന്നെ ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ നമ്മളെ റോഡിനനുസരിച്ച് ഹൈറ്റ് കൂടുന്ന ബെറ്റർ. ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാലേ മെയിനായിട്ട് വിഷയമുള്ളൂ. അണ്ടർവെല് തട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. എങ്ങനെയാലും അടി തട്ടേണ്ട പ്രശ്നം വരില്ല, കാരണം അത്രത്തോളം ഹൈറ്റ് കയറിയിട്ടുണ്ട് വണ്ടിയിൽ. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പൾസ് റാലിനെക്കാട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് വരുന്നുണ്ട്. കൂടിയിട്ടുണ്ട് അല്ലേ? 275 mm ആണ് ഗ്രൗണ്ട്. ഇത് 380 mm ആണ് അളന്നപ്പോൾ കിട്ടിയത്. അതിന് രണ്ട് വിഷയമാണ്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. സസ്പെൻഷൻ ബാക്കിൽ യൂസ് ചെയ്യുന്ന സ്റ്റിഫറാണ്. ഇത് ഭയങ്കര സ്റ്റിഫായിട്ട് കയറി ഇരുന്നാലും കംപ്രസ് ആവില്ല. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ വരും ഗൈസ്. പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ എല്ലാ വണ്ടിക്കും ഒരുപോലെ ആക്ട് ചെയ്തെന്ന് വരില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വണ്ടിയിലും ഫിനിക്സ് തന്നെയല്ലേ, അതിൽ കയറി ഇരുന്നപ്പോ അത് ഭയങ്കര സോഫ്റ്റ് ആണ്. അതേ സമയം കല്ലുമ്പോ കയറി ഇരുന്നിട്ടുണ്ടാവും. കറക്റ്റ് ആ ഒരു ഹാർഡ്നെസ്. ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് കൺഫേം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഷോ പർപ്പസ് മാത്രം നോക്കുക, അല്ലെ കംഫർട്ട് കിട്ടുന്നില്ലാണ്ടെങ്കിൽ അടുത്തേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിന്റെ പൊസിഷൻ മാറ്റി ചെയ്താലും എന്താവും കിട്ടും. മെയിൻ ആയിട്ട് ഇത് ഇങ്ങനെ ഒരു ഇതാണ്, ഭയങ്കര സ്റ്റിഫറാണ്. ഇത് എല്ലാവരും ഓരോ അഭിപ്രായം പറഞ്ഞു. ചിലവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എന്താണ് ഇത് കംഫർട്ട് അല്ല. ഞാൻ അടുത്ത സസ്പെൻഷനിലേക്ക് നോക്കാൻ നിൽക്കുകയാണ്. പക്ഷേ ടഫ് യൂസിന് ഇത് ഏകദേശം ബെറ്ററും ആണ്. മോണോഷോക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. കുറച്ചുകൂടി കഴിഞ്ഞാൽ മോണോഷോക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതിപ്പോഴും പണി കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇനിയും ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരാനുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ആദ്യം മീറ്റപ്പിന്റെ വീഡിയോ ആദ്യം കണ്ടിട്ടുണ്ടാവും പാലക്കാട്. വ്യൂ എങ്ങനെ ഈ വണ്ടിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്തുള്ള ലുക്കും ഈ സമയത്തുള്ള ലുക്കും ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ മാറ്റം വന്നിട്ടുണ്ട് വണ്ടിയിൽ. അത് വന്നു കഴിഞ്ഞ് സൈലൻസർ സ്റ്റോക്ക് മാറി എക്സോസ്റ്റ് കയറി. അതാദ്യം ഈ സൈഡ് അടിയിലാണ് സാധനം ഉണ്ടായിരുന്നത്. പിന്നെ ഹൈറ്റ് ഒന്നും കൂടി അല്ലേ? ഇത് ഇനിയും മാറിക്കൊണ്ട് നിൽക്കും. ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ എൻ്റെ ചാനലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ താഴത്ത് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. റിവ്യൂവിൻ്റെ വീഡിയോ ഒന്നും ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവരും മറക്കാണ്ട് ചാനലും കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. 10 പേരല്ലേ എന്താ പറയാനുള്ളത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു മെയിനായിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷെ പരമാവധി എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഇങ്ങനെ എക്സ്ട്രീമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
റോഡിലധികം എന്ത് ചെയ്യാണ്ടിരിക്കുക സേഫ് ആയിട്ട് ഓടിക്കുക. പക്ഷെ ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും നമുക്ക് പറയാൻ വോയിസ് ഇല്ല. എന്താ വെച്ചാൽ നമ്മള് ടോട്ടലി വിശ്വാസമുള്ളതുകൊണ്ട് നമ്മള് പരമാവധി നമ്മളെ ഭാഗം ക്ലിയർ ആക്കി പോവുക, അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലാണ്ടെങ്കിൽ എന്താവും വിഷയം. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ വേറെയും പറയാനുള്ള വെച്ചാൽ ഇത് ചെയ്യുന്നത് നമ്മള് ഒരു പൂതിക്ക് ചെയ്യുന്നതാണ്. നല്ല എന്താ ഇത് പൊതുവെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ എങ്ങോട്ടാ എന്തിനാ പോണെന്ന് പറയുന്നത്. ഉദാഹരണം ഈ വണ്ടി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10-40,000 റുപ്യന്റെ സ്പെയർ ഉണ്ട് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. ഇതിപ്പോ ഹാൻഡിൽ ഹോൾഡറിന്റെ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് MTന്റെ ഹോൾഡർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. MT-15 ഹോൾഡർ ഓർഡർ ചെയ്തിട്ട് ചെറിയ ഓൾട്ടറേഷൻ ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് ഏകദേശം 1,800 റുപ്യന്റെ അടുത്ത് മാത്രം വരുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്സിനും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, എല്ലാം എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് മുതലുമാണ്. ഇതിപ്പോ ഈ ട്രാക്ക് ഹാൻഡിൽ തന്നെ ഇതൊക്കെയാണ് റോണ്ട് ഞാനൊരു 3 കൊല്ലം മുമ്പേ ഇൻസ്റ്റാൾ ചെയ്ത ട്രാക്ക് ഹാൻഡിലാണ്. RD ഹാൻഡിൽ അതേപോലെ തന്നെ ഇത് ഇതാക്കി അന്ന് ഏകദേശം 1,600 ആ റേഞ്ചാണ് ഇതിന് ഇറക്കി. അപ്പൊ അന്നൊരു ചെറിയ തടപ്പുണ്ടായി. പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം 3 കൊല്ലം കഴിഞ്ഞ് ഈ 3 കൊല്ലം ഇതിന്റെ ഹിസ്റ്ററിയും കഴിഞ്ഞ്. അന്ന് പാലക്കാട് നിന്ന് ഹിസ്റ്ററി ആക്സിഡന്റ് ആയി. പിന്നെ ഞാൻ അത് കൊണ്ടിടുന്നുണ്ട് ഇപ്പോഴും. ഹാൻഡിൽ ആംഗിൾ ഇപ്പോഴും എന്താണ് കട്ടൊക്കെ നിക്കുക, ഒരു വൃത്തിയിട്ട് ഹാൻഡിൽ എന്താവില്ല. അതാണ് പവർ. എന്താ ചെയ്യാറ്. അപ്പൊ അന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവരും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചാൽ കൂടുതൽ അപ്ഡേറ്റ് വരുന്നുണ്ട്.